ഹലോ, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ട് വ്യായാമങ്ങളുടെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, പ്രത്യേകിച്ചും 55 വയസ്സ് കഴിയുമ്പോൾ. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മളൊരു 55 അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷമൊക്കെ തന്നെ ഇപ്പോൾ പലരും രോഗികളായിട്ട് മാറുകയാണ് പതിവ്. ജീവിതശൈലി രോഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകളുടെ പ്രശ്നങ്ങൾ, കൈകളുടെ പ്രശ്നങ്ങൾ, ജോയിന്റ് പെയിൻസ്, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ എന്തൊക്കെയാണ് ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യം. ഓക്കെ, ആഹാരത്തിന്റെ കാര്യം. പ്രധാനമായിട്ടും നമുക്ക് ഒരു 50-55 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ആഹാരത്തിന്റെ കാര്യം. നമ്മുടെ ആഹാരത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇതൊന്നും മിക്കവാറും ആൾക്കാരൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ വാരി കഴിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ അളവ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും പ്രോട്ടീനും അതെന്താണ്, അതല്ലെങ്കിൽ അതെന്തിനാണ് നമ്മൾ കഴിക്കുന്നതെന്ന്. പറഞ്ഞുതരാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേശികളുടെ ശക്തിക്കും അതേ കണക്ക് തന്നെ നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു മസിൽസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനും നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് പ്രോട്ടീൻ വളരെയേറെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഒരു 60 കിലോ തൂക്കമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ദിവസം നിങ്ങളുടെ കിലോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് 1 കിലോയ്ക്ക് നിങ്ങൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കിട്ടണം. ഓക്കെ, അങ്ങനെ 60 കിലോ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യമാണ്. നിങ്ങൾക്ക് 50 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 50 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതി വെച്ചോളൂ, നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്നുള്ളത്. വളരെ കുറവായിരിക്കും. മിക്കവാറും ഒരു 50-55 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ടത്. കാരണം നിങ്ങൾ രാവിലെ കഴിക്കുന്നത് ഇഡലി, ദോശ, അതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്? കൂടുതലായിട്ടും ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ അല്പം സാമ്പാറോ അല്ലെങ്കിൽ ഇച്ചിരി മീൻകറിയോ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം മീൻ കഴിക്കും. വൈകുന്നേരം ചായ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഉഴുന്നുവടയോ പരിപ്പുവടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. രാത്രിയിൽ വീണ്ടും ചോറ് കഴിക്കും. നിങ്ങൾ പ്രധാനമായിട്ടും ഇതിനകത്തുനിന്ന് എത്ര പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ വേണ്ടുന്നതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് വെറും 5 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും. അത് തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, കൃത്യമായിട്ട് കണക്ക് വെക്കുക പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും അത് ഞാൻ പറഞ്ഞുതരാം. മുട്ട, മുട്ടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രോട്ടീൻ, അമിനോ ആസിഡ്സും പ്രോട്ടീനും എല്ലാം ഉള്ള ഒരു നാച്ചുറൽ സോഴ്സാണ് മുട്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു മുട്ടയിൽ നിന്നും നിങ്ങൾക്ക് 6 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. എത്രയാണ്? വെറും 7 രൂപ അല്ലെങ്കിൽ 6 രൂപ കൊടുത്താൽ കിട്ടുന്ന നമ്മുടെ മുട്ടയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ദിവസം 6 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുട്ട ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഭക്ഷണത്തിൽ. അതേപോലെ തന്നെ നിങ്ങൾ ചിക്കൻ കഴിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം വെറും 100 ഗ്രാം ചിക്കനിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം 25 ഗ്രാമോ
പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും. വെരി സിമ്പിൾ. ഓക്കെ, മുട്ടയിൽ നിന്ന് 6 ഗ്രാം, ചിക്കനിൽ നിന്ന് 25 ഗ്രാം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ 100 ഗ്രാം ചെറുപയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 20 തൊട്ട് 22 ഗ്രാം പ്രോട്ടീനാണ്. ഗ്രീൻ പീസ് ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. കടല ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. തൈര് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ്. പാല് പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സപ്ലിമെന്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഒരു ദിവസം എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ്റെ അളവ് പതുക്കെ പതുക്കെ വർദ്ധിപ്പിക്കുക. പ്രോട്ടീൻ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബോഡി ഡബിൾ സ്ട്രോങ് ആയിട്ട് വരും. നിങ്ങളുടെ എല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ പ്രോട്ടീൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് നിങ്ങളുടെ ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. മറന്നു പോരുത്, എഴുതി വെച്ചേക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് നിങ്ങളുടെ തൂക്കത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയതിന് ശേഷം ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, നാച്ചുറൽ സോഴ്സുകൾ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പ്രോട്ടീൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം. മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ ഒരു 55 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോട്ടീൻ്റെ കാര്യം നമ്മൾ ഒരു വശത്തോട്ട് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുസ്തകവും വായിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് പതിവ്. പക്ഷേ നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ 55 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നതെന്ന്. എത്രയേറെ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് പ്ലേസുകളിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ടത്തരം, വ്യായാമം എന്ന് വെക്കുമ്പോൾ ഞാൻ നടക്കാൻ പോകാറുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നടക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വ്യായാമം കിട്ടില്ല. നിങ്ങളുടെ എല്ലുകളുടെ ഒരു ബലത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ നടത്തം എന്ന് പറയുന്ന കാര്യം നിങ്ങളെ സഹായിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏത് തരം വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ജിമ്മിൽ വേണമെങ്കിൽ ജിമ്മിൽ പോകാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യാം, റെസിസ്റ്റന്റ് ട്രെയിനിങ്ങുകൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് വ്യായാമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നടക്കാൻ പോവാം. നടക്കാൻ പോകുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്ട്രെങ്ത് എക്സസൈസുകൾ കൂടി നിങ്ങൾ വീട്ടിൽ ശീലമാക്കുക. നിങ്ങൾക്ക് 2 ചെറിയ ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ 2 വെയിറ്റുകൾ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അത് മേടിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യാം, കാർഡിയോ എക്സസൈസുകൾ ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വ്യായാമം ചെയ്യുമെന്ന് ഉറപ്പിച്ച് അല്ലെങ്കിൽ ഉറപ്പോടുകൂടി നിങ്ങൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. കാരണം വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് ഫുള്ളായിട്ടുള്ള ഒരു റിക്കവറി അല്ലെന്നുണ്ടെങ്കിൽ എനർജിയാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ നശിച്ചു തുടങ്ങിയ പേശികളും നിങ്ങളുടെ നശിച്ചു തുടങ്ങിയ ബോൺസും എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാനായിട്ട് വ്യായാമം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വ്യായാമത്തിൻ്റെ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഏത് തരം വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പം നടത്തം മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് കളയരുത്. അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം വെയിറ്റ് ട്രെയിനിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. ആ എക്സസൈസ് റൂട്ടീൻ നിങ്ങൾ ആഴ്ചയിൽ 6 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുക. വ്യായാമവും പ്രോട്ടീനും വേറെ എന്ത് വേണം? നിങ്ങളെ ഹെൽത്തിനെ നേരെ കൊണ്ടുപോകാനായിട്ട് ആശുപത്രികൾ കയറി ഇറങ്ങി നടന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി അസുഖങ്ങൾ കുറയുന്നതായിരിക്കും. നിങ്ങളുടെ ശരീരം പൂർവ്വധികം സ്ട്രോങ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ഇനി അടുത്തായിട്ടെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഉറക്കം. ഓക്കെ, പല പ്രായമുള്ളവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, രാത്രിയിൽ ഉറക്കം തീരെ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, കൃത്യമായ അളവിലുള്ള പ്രോട്ടീൻ, കൃത്യമായ വ്യായാമം, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറക്കവും തനിയെ കിട്ടിക്കൊള്ളും. ഓക്കെ, നല്ല വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടും. വ്യായാമത്തിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് അതൊക്കെ.
നമുക്ക് നല്ല ഉറക്കം കിട്ടും. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ലീപ്പിംഗ് എന്ന് വെച്ചാൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന മൂലം നിങ്ങളുടെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ ഷാർപ്പാവുന്നു, നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ റിലാക്സ് ആവുന്നു. അങ്ങനെ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് അറിയോ നല്ല ഉറക്കം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കമൊന്നും ഇല്ലാതെ ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക. കൃത്യമായിട്ട് ഉറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വ്യായാമം ചെയ്ത് നിങ്ങൾ നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കവും അതിനോടൊപ്പം തന്നെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ഡിപ്രഷൻ ഇതെല്ലാം പതിയെ പതിയെ കുറഞ്ഞു വരും. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും. നിങ്ങളുടെ മെറ്റബോളിസം കൂടുതൽ മെച്ചപ്പെടും. അതുവഴി നിങ്ങൾ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, പ്രോട്ടീൻ അടങ്ങിയ നല്ല ആഹാര ക്രമീകരണം; 2, കൃത്യമായിട്ടുള്ള വ്യായാമം; 3, നല്ല രീതിയിലുള്ള ഉറക്കം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. നാളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊള്ളൂ, പ്രയോഗത്തിൽ വരുത്തിക്കൊള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പ്രോട്ടീൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടുമോ എന്നുള്ളത്. പ്രോട്ടീൻ മാത്രമല്ല നിങ്ങൾ കഴിക്കേണ്ടത്. നിങ്ങൾ അതിനോടൊപ്പം തന്നെ അത്യാവശ്യത്തിന് ഫൈബർ, വൈറ്റമിൻസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തുക. മനസ്സിലായല്ലോ? ഓക്കെ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അത് നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലുള്ള കാര്യങ്ങൾ തടയാനായിട്ട് വളരെയേറെ സഹായിക്കും. അപ്പോൾ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ പ്രോട്ടീൻ കറക്റ്റ് അളവിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോട്ടീൻ്റെ ആ ഒരു വെയിറ്റിനനുസരിച്ചുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പം അത് നിങ്ങൾ എപ്പോഴും നോക്കുക. അതേ കണക്ക് തന്നെ ഫൈബർ, മറ്റുള്ള മിനറൽസ്, അതേ കണക്ക് തന്നെ മറ്റുള്ള വൈറ്റമിൻസ് ഇതെല്ലാം അടങ്ങുന്ന ഫുഡുകൾ നമുക്ക് വളരെ സുലഭമായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ഫ്രൂട്ട്സുകൾ, അതിനൊക്കെ തന്നെ പച്ചക്കറികൾ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ അത്യാവശ്യം അതിനകത്ത് നമുക്കുള്ള വൈറ്റമിൻസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുക. നാളെ തൊട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യം, നല്ല സ്ട്രോങ് ഉള്ള ഒരു ശരീരവും മനസ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.